ഇപ്പം നമ്മളൊരു സമകാലീന വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റീസെൻ്റ്ലി അതായത് കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് പ്രാങ്ക് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർജയ്ക്ക് ഒരു ഷോയിൽ പാകപ്പഴ സംഭവിച്ചു. ഞാൻ അതിനെ ഒരു പ്ലാനിങ്ങിൽ ഒരു മിസ്റ്റേക്ക് എന്നാണ്. ചേട്ടൻ്റെ കാഴ്ചപ്പാട് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ അതിനെ ഒന്ന് അസസ് ചെയ്താൽ അതിലെവിടെയാണ് പഴച്ചത്? ഈ ഷോയ്ക്കകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഷോ ചെയ്യുമ്പോൾ ഈ ഫോണിലാണ് ആളെ വിളിച്ച് പറ്റിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൽ വിളിച്ച് പറ്റിക്കുമ്പോൾ ആളിന് എന്തെന്നറിയില്ല. അപ്പം ആ പദപ്രയോഗങ്ങളുടെ വിഷയം കൊണ്ട് ആള് ഫോൺ കട്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ കട്ട് ചെയ്ത് പോയാൽ സ്വാഭാവികമായിട്ട് അടുത്ത് വേറെ നമ്പറിൽ നിന്നെങ്കിലും, ഞാനായിരുന്നെങ്കിൽ വേറെ നമ്പറിൽ നിന്നെങ്കിലും വിളിച്ച് ചേച്ചി നമസ്കാരം, അതിനകത്ത് ഒരു തെറ്റ് പറ്റിയതാണ്, അല്ല അറിയാതെ വന്ന വാക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ക്ലാരിറ്റി കൊടുക്കണം. അല്ല നമ്മൾ പിന്നെ അതൊന്ന് ഉണ്ടിട്ട് പോവുകയല്ല ചെയ്യാതെ അത് കൃത്യമായി നമുക്ക് ക്ലാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അത് പൊതുസമൂഹവും അവർക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളായിരുന്നു. അതൊരു കയ്യബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയുള്ളായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ അവിടെ എസ്കലേറ്റ് ചെയ്തു. മാത്രമല്ല അവരിൽ നിന്നൊരു റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷ്വൽ വേസിലോ എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് നമ്മളിവിടെ അതിനകത്തുകൂടെ ചേർത്ത് കാണിച്ചെങ്കിൽ ഓക്കെ, കുട്ടികളാണ്, അവർക്ക് സ്വാഭാവിക തെറ്റ് പറ്റിപ്പോയി. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് മാറി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നു, അതൊരു TV പരിപാടിയാണ്, അവരൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരും കൂടിയാണ്, അതുകൊണ്ട് എനിക്കത് ആ തെറ്റിൽ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഇല്ല. പ്രശ്നം ഇവിടെ തീരുകയാണ്.